എൻ്റെ പേര് റവറൻഡ് ജെ രാജൻ. ദക്ഷിണ കേരള മഹായിടവകയിലെ ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ മഹായിടവകയിലുള്ള 2 ഹോമുകളുടെ മാനേജരായിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ സഭാ ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട് 37 വർഷമായി. എൻ്റെ 24-ാമത്തെ വയസ്സിലാണ് യേശുക്രിസ്തുവിനെ അറിയുവാനിടയായത്. എൻ്റെ അമ്മയുടെ രോഗമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അമ്മ ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യമാണ് അവിടുത്തെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാമെന്ന്. അങ്ങനെ എൻ്റെ അമ്മയുടെ ആയുസ് ദൈവം തമ്പുരാൻ നീട്ടിത്തന്നു. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നത്. എൻ്റെ 24-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ അറിയുവാനിടയായി. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വതന്ത്രമായി ശുശ്രൂഷ ചെയ്യണം എന്നതായിരുന്നു. എന്നാൽ ദൈവം എന്നെ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ടാണ് എന്നെ വിളിച്ചത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ഇപ്പോൾ ഈ സഭയുടെ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ ഹോമുകളുടെ ശുശ്രൂഷയിലേക്ക്, വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ശുശ്രൂഷയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. 4 വർഷമായി ഈ ശുശ്രൂഷയിൽ ഞാൻ പ്രവേശിച്ചിട്ട്. അതിനു മുമ്പ് വരെയും സഭയുടെ ശുശ്രൂഷയിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രതികൂലങ്ങളും ഒക്കെ ശുശ്രൂഷയിലുണ്ടായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ദൈവം എന്നെ വളരെ അതിശയകരമായി എന്നെ വിടുവിച്ച് ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നു. ഞാൻ എൻ്റെ മുൻകാലങ്ങളിലുള്ള ശുശ്രൂഷകളെന്ന് പറയുന്നത് ഭവനങ്ങളിൽ പോയി ഭവനാരാധനകൾ നടത്തുക, ഉപവാസ പ്രാർത്ഥനകൾ നടത്തുക, കൺവെൻഷൻ യോഗങ്ങൾ നടത്തുക, ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ. ഇന്ന് എനിക്ക് അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ കഴിയുന്നില്ല. കാരണം ഈ ഹോമുകളുടെ ഒരു വലിയ ഭാരിച്ച ചുമതല ഉള്ളതുകൊണ്ട് എനിക്ക് അതിന് സാധിക്കാതെ ഇപ്പോഴുള്ള ഈ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ ആയിരിക്കുന്നു. ദൈവം എന്നോട് കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ ശുശ്രൂഷകളൊക്കെ എനിക്ക് നിർവഹിക്കുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് 37 വർഷങ്ങൾക്ക് മുമ്പ് അക്രൈസ്തവരുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ വിവിധ ജാതി മത വിഭാഗങ്ങളിലുള്ള അനേക കുടുംബങ്ങൾ യേശുവിനെ അറിയുവാനിടയായി. അവിടെയുള്ള മത നേതാക്കന്മാരൊക്കെ എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തി, ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ആ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറാനായിട്ടൊക്കെ ഒരുപാട് പ്രതികൂലങ്ങൾ വരുത്തി. അവർക്കതിന് സാധിച്ചില്ല. എന്നാൽ ഒരു ഗുണ്ടയെ അവരേർപ്പെടുത്തി 90 ദിവസത്തിനകം ഈ ഭൂമിയിൽ നിന്ന് എന്നെ മാറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ കരുണയുണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 87-ാമത്തെ ദിവസത്തിൽ ആ ഗുണ്ടയെ ഈ ലോകത്ത് നിന്ന് കർത്താവ് മാറ്റി ഇന്ന് ഈ ഭൂമിയിൽ എന്നെ ശേഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവൻ്റെ ഉടമസ്ഥനായ, എൻ്റെ ജീവനെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്ന ആ കർത്താവിന് മരണം വരെ ആ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ, പ്രയാസം അനുഭവിക്കുവാൻ അനേക സാധുക്കൾ ഉണ്ട്. അവരെ സംരക്ഷിക്കുവാൻ, അവരെ സഹായിക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. കാരണം എൻ്റെ ആയുസ്സിന് ദൈവമാണ് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ഇടയാക്കിയത്. അല്ലാതെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രതികൂലങ്ങൾ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വാഹന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലോകത്തുനിന്ന് യാത്ര പറയേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. എങ്കിലും കരുണാസമ്പന്നനായ ദൈവം, എന്നെ വിളിച്ച ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എന്നെ പരിപാലിക്കുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ച് ഈ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നു. എനിക്ക് എൻ്റെ സർവീസിൽ നിന്ന് ഈ വരുന്ന നവംബർ മാസം എനിക്ക് റിട്ടയർഡ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാലും വിശ്രമമില്ലാതെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നതിന്. അതിന് കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും എനിക്ക് നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 1984 ഞാൻ സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്.
3 വർഷം എൻ്റെ പ്രൊബേഷൻ പീരീഡായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ കണ്ണമ്മൂല ഐക്യ വൈദിക സെമിനാരിയിൽ ഞാൻ BTH പഠനത്തിന് ഏർപ്പെടുവാൻ ഇടയായി. ഞാൻ BTHന് പഠിക്കുമ്പോൾ കേരളാദിത്യപുരം സഭയിലെ ഒരു സഭാ ശുശ്രൂഷകനായിട്ട് ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. ആ നാളുകളിൽ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. പലരുടെയും സഹായത്താലാണ് ഞാൻ എൻ്റെ വൈദിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനിടയായത്. ആദ്യത്തെ കോഴ്സെന്ന് പറയുന്നത് BTH കോഴ്സാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ണമ്മൂല വൈദിക സെമിനാരിയിൽ BD പഠനത്തിന് ഞാൻ ഏർപ്പെട്ടു. അങ്ങനെ BD പഠനം കൂടെ പൂർത്തിയാക്കി. ആ വൈദിക വിദ്യാഭ്യാസം എൻ്റെ ശുശ്രൂഷകൾക്ക് ഏറ്റവും വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. എൻ്റെ അപ്പൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു, അതോടൊപ്പം മദ്യപാനിയുമായിരുന്നു. എൻ്റെ അമ്മയുടെ നിരന്തരമായ 28 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അപ്പൻ്റെ മദ്യപാനം മാറി അപ്പനും യേശുക്രിസ്തുവിനെ അറിയുവാൻ ഇടയായത്. അതിനു മുമ്പ് തന്നെ എൻ്റെ അമ്മ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ 5 സഹോദരങ്ങളും കർത്താവിനെ അറിഞ്ഞു സന്തോഷമായിട്ട് കഴിയുന്നു. എൻ്റെ നേരെ സഹോദരൻ ഇപ്പോൾ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് ഇരിക്കുന്നു. ഞാൻ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച കുടുംബത്തിലെ വ്യക്തിയാണ്. ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടിയൊക്കെ എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ എനിക്ക് കൈനീട്ടേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് മാറിവാനിസ് കോളേജിലാണ്. മാറിവാനിസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് നല്ല വസ്ത്രമില്ലായിരുന്നു, ആഹാരമില്ലായിരുന്നു. പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാതെ എൻ്റെ ക്ലാസ് മുറിയിൽ ഞാൻ തളർന്ന് വീഴുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ കരുണാസമ്പന്നനായ ദൈവം അതിനെല്ലാം വിടുവിച്ച് എന്നെ ഇത്രയും ഉയർത്തി എന്നെ അനുഗ്രഹിച്ച് ഒന്നിനും ഒരു കുറവില്ലാതെ കർത്താവ് നടത്തുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയതല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ദൈവം എന്നെ ഇത്രമാത്രം ഉയർത്തി. ഇന്ന് ആഹാരത്തിനോ വസ്ത്രത്തിനോ ഒന്നും ഒരു കുറവില്ലാതെ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ഒരു രീതിയിൽ പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഈ ശുശ്രൂഷയിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടായതും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, അമ്മയ്ക്ക് ഒരു ദൈവവിളി ഉണ്ടായി. ഞങ്ങൾ 5 മക്കളാണ്. അതിൽ ഒരാളെ ദൈവത്തിന് വേണ്ടി നൽകണമെന്ന് അമ്മയോട് കർത്താവ് നേരിട്ട് സംസാരിച്ചു. അമ്മ ഈ കാര്യം പറഞ്ഞപ്പോൾ അത് സ്വയമായിട്ട്, ഞാൻ മൂത്ത മകനാണ് ഞാൻ, അതുകൊണ്ട് സ്വയമായി ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ വരാനായിട്ട് ഇടയായത്. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ചപ്പോൾ ഒരു വൈദികനായി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്വതന്ത്രമായി, അങ്ങനെയായിരുന്നു, സ്വതന്ത്രമായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചതും ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചതും. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, അന്ന് ഞാൻ സ്വതന്ത്രമായി കൺവെൻഷൻ യോഗങ്ങളും അതുപോലെ മറ്റ് ആരാധനകളൊക്കെ നടത്തി അങ്ങനെ പോയിരുന്ന ഒരു സമയത്താണ് എനിക്ക് സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരവസരം ഉണ്ടായത്. ഒരു സഭാ ശുശ്രൂഷകനാകണം എന്നുള്ള ഒരാഗ്രഹമോ താല്പര്യമോ എനിക്കില്ലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. എന്ന് പറഞ്ഞാൽ, ഞാൻ അക്രൈസ്തവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഭയിൽ സഭാ ശുശ്രൂഷകൻ, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, സഭാ ശുശ്രൂഷകൻ ഇല്ലാത്തതുകൊണ്ട് അവർ എന്നെ ക്ഷണിച്ചു. അവിടെ ഞങ്ങൾക്ക് ഞായറാഴ്ച വന്ന് ആരാധന നടത്തി തരണമെന്ന് പറഞ്ഞു. അവർ ക്ഷണിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു സഭാ ശുശ്രൂഷകനായിട്ട് ഞാൻ പ്രവേശിക്കുന്നത്.
ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കേരളാദിത്യപുരം സഭയിൽ ശുശ്രൂഷകനായിരുന്ന സമയത്ത് ഈ സഭാ ശുശ്രൂഷ രാജിവെച്ചിട്ട് വീണ്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. അന്ന് രാത്രി അങ്ങനെയാണ് ആദ്യമായി ഞാൻ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അന്ന് രാത്രി കർത്താവ് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, രാജിവെക്കരുത്. ഞാൻ രാജിക്കത്തൊക്കെ എഴുതി വെച്ചിരുന്നതാണ്. രാജിവെക്കരുത്. എൻ്റെ ആഗ്രഹം ഈ രീതിയിൽ ഒരു സഭയുടെ ശുശ്രൂഷകനായി തുടരണം എന്ന് കർത്താവിൻ്റെ ശബ്ദം അന്ന് ഞാൻ കേട്ടു. ഞാൻ രാവിലെ എഴുന്നേറ്റ് രാജിക്കത്തൊക്കെ ഞാൻ വലിച്ചു കീറി കളഞ്ഞു. അങ്ങനെയാണ് സഭയുടെ ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ വരാനായിട്ട് ഇടയായത്. അവിടെ നിന്ന് ദൈവം പടിപടിയായിട്ട് ഉയർത്തി എന്നെ ഈ ഒരു സ്ഥാനത്ത്. ഇതും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു സ്ഥാപനങ്ങളുടെ മേലധികാരിയായിട്ട് എന്നെ എത്തിക്കുമെന്ന് ഒരിക്കലും കരുതിയതല്ല. പക്ഷേ ദൈവം എന്നെ ഈ സ്ഥാനത്ത് ഇപ്പോൾ ആക്കിയിരിക്കുന്നു. അത് ഇതുവരെ ഞാൻ വളരെ വിശ്വസ്തയോടുകൂടെയാണ് ഈ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഉയർച്ച ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ സഭയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ഒരേ ഒരു അപേക്ഷയാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞത്. എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെയാണ് പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണം. ദൈവം തമ്പുരാൻ അത് കേട്ട് എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ദൈവം ഒരുപാട് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിട്ട്, എൻ്റെ കുടുംബത്തിനുമൊക്കെ അനുഗ്രഹമായിട്ട് തീർന്നിരിക്കുന്നു. അത് ഇനി ജീവിതകാലം മുഴുവനും ഈ ലോകത്തിൽ എത്ര കാലം ജീവിക്കുവാൻ ദൈവം ആയുസ്സ് തരുന്നു അത്രയും കാലം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1996 ജൂലൈ മാസത്തിലാണ് എൻ്റെ ഓർഡിനേഷൻ, ഞാനൊരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിച്ചിട്ട് ഞാനിപ്പോൾ 28 വർഷമായി. ഈ 28 വർഷത്തിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ സഭയുടെ ശുശ്രൂഷ മാത്രം അല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഭയുടെ ശുശ്രൂഷയിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, ഒരുപാട് നിന്ദകൾ വന്നിട്ടുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം കർത്താവ് എനിക്ക് നൽകിയിരുന്നു. പിന്നെ സഭയുടെ ശുശ്രൂഷ മാത്രമല്ല, അത് കൂടാതെ സഭയ്ക്ക് പുറത്തും എന്ന് പറഞ്ഞാൽ അക്രൈസ്തവരുടെ ഇടയിലും ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. കൺവെൻഷൻ യോഗങ്ങളായിട്ടും ഉപവാസ പ്രാർത്ഥനകളായും അല്ലാതെ ഭവന ആരാധനകളായിട്ടും. പിന്നെ എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളെ, ആരും സഹായമില്ലാത്തവരെ, അവരെ സഹായിക്കണം. അപ്പോൾ എനിക്ക് ദൈവം തരുന്ന വരുമാനത്തിൻ്റെ ദശാംശം ഞാൻ പൂർണ്ണമായിട്ടും മാറ്റി വെച്ചിട്ട് അത് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാനിപ്പോൾ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി അമ്മമാർ ഞാൻ സഹായിക്കുന്ന ഒത്തിരി അമ്മമാരൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കാം ഇന്ന് ദൈവം ഈ ആയുസ്സും ആരോഗ്യമൊക്കെ എനിക്ക് ദൈവം നൽകുന്നത്. ഞാൻ ഈ ഹോമുകളുടെ ചുമതലയിൽ വന്നപ്പോൾ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പോയി സഹായം അഭ്യർത്ഥിക്കുന്നതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഇപ്പോൾ ദൈവം എന്നെ ഒരുപാട് സാമ്പത്തികമായും അല്ലാതെയൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നും കൂടെ ഓർമ്മപ്പെട്ടു. എൻ്റെ സെക്കുലർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ ബികോം വരെ പഠിച്ചു. പക്ഷേ ബികോം പാസ്സായില്ല. ബികോം വരെ ഞാൻ പഠിച്ചു. അതിനുശേഷമാണ് വൈദിക വിദ്യാഭ്യാസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ സെക്കുലർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്
വൈദിക വിദ്യാഭ്യാസത്തിന് ഒരു വലിയ അനുഗ്രഹം കൂടെ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി ഈ വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ധരിച്ചു വച്ചിരുന്ന, ഞാൻ പഠിച്ചു വച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഈ വൈദിക വിദ്യാഭ്യാസത്തിൽ മാറ്റം ഉണ്ടാകാനിടയായി. കാരണം ഞാൻ സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ 24-ാമത്തെ വയസ്സ് മുതലാണ് ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ കരുതി വച്ചിരുന്നത്, ഞാൻ നനച്ചിരുന്നത്, ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഒരുപാട് കാര്യങ്ങളുടെ തിരുത്തലുകൾ എനിക്ക് വൈദിക വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടതോടുകൂടി എനിക്ക് മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനും കഴിഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഞാൻ വൈദിക വിദ്യാഭ്യാസത്തിൽ വരുന്നതിന് മുമ്പും മറ്റ് മതങ്ങളെയൊക്കെ ഒരുപാട് ഞാൻ വിമർശിക്കുമായിരുന്നു. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് എതിർക്കുമായിരുന്നു. അത് ഈ കൺവെൻഷനുകളിലൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ അത് ഒരുപാട് എതിർക്കുമായിരുന്നു. പക്ഷേ ഈ വൈദിക വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ട് കുറച്ചുകൂടെ വേദപുസ്തകമൊക്കെ ശരിക്കും പഠിച്ചപ്പോൾ നമുക്ക് അവരെ എതിർക്കുവാനല്ല, അവരെ സ്നേഹിക്കുവാനും കൂടെ കഴിയണം എന്ന ഒരു വലിയ ചിന്ത എനിക്ക് അതിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ യേശുക്രിസ്തു തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ അവരും ദൈവത്തിൻ്റെ മക്കളായി തീരുന്നതിനാണ്. അങ്ങനെയാണ്, ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവരും സ്വർഗസ്ഥനായ ദൈവത്തിന് മക്കളായി തീരുവാൻ എന്നാണ്. അപ്പോൾ നമ്മളവരെ എതിർക്കുമ്പോൾ, അവരുടെ ആചാരങ്ങളൊക്കെ നമ്മൾ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ അവർക്ക് കൂടുതൽ വിരോധഭാവം ഉണ്ടാകും. പക്ഷേ അവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അവരെ ദൈവഭാഗത്ത് കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെ ഞാൻ വൈദിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ആളുകളെ, ഒരുപാട് അക്രൈസ്തവരെ എനിക്ക് സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൽ കൂടി അവരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുവാനും കഴിഞ്ഞു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നവംബർ മാസം 16-ാം തീയതി സഭാസേവനത്തിൽ സർവീസിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ചെയ്യുകയാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള എല്ലാ കൃപകളും ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങ് തുടരും. അതോടൊപ്പം തന്നെ റിട്ടയർമെൻ്റ് ആയാലും നമ്മുടെ മഹാ ഇടവക, ചെറിയ ഇടവകകൾ ഈ സഭാ ശുശ്രൂഷകൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ സഭ കൂടെ വാങ്ങി ആ ശുശ്രൂഷ തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം.